കാണാൻ പോവാന്നൊക്കെ പറയത്തില്ല. ഈ കോട്ട എന്തുവാ ചെയ്തിരുന്നതെന്ന് ചോദിക്കണം. മറ്റുള്ളവരൊന്നും അവിടെ കയറാതിരിക്കാൻ നോക്കാനായിട്ടൊക്കെ നിർത്തിയിരുന്ന കോട്ടകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് വലിയ സംഭവമായിട്ട് അത് പോയിട്ട് നമ്മളിപ്പോ പാലക്കാട് കോട്ട, നമ്മള് ബേക്കൽ കോട്ടയൊക്കെ പോയി കാണത്തില്ലേ, അവിടെ ചുമ്മാതെ അവരെ കിടക്കില്ല. ഇത് എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര പണിയാണ്. ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തന്നെ ഇല്ല ഇതെന്താ ഈ സംഭവിച്ചിരിക്കുന്നത്. ലോകത്ത് മനുഷ്യന്മാരിങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മുഴുവൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ അർത്ഥശൂന്യമായ ഒരു വലിയ ഏരിയ ഉണ്ട്. ഈ നഗരങ്ങൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഒന്ന്. അത് കഴിഞ്ഞ് റോഡ് കണ്ടുപിടിച്ചതുണ്ട്. റോഡും പൈപ്പും കണ്ടുപിടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നഗരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല. അല്ലെങ്കിൽ അരി കൊണ്ടുവരാൻ ഈ റോഡിൽ കൂടെ കൊണ്ടുവരണ്ടേ? മറ്റേ തലച്ചോറ് എടുത്തുകൊണ്ട് വരാനൊക്കെ അത്രയും പേരെ വരുള്ളൂ. റോഡ് കണ്ടുപിടുത്തമെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ എല്ലാ റോഡും റോമിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ റോം ഉണ്ടാകണമെങ്കിൽ തന്നെ റോഡ് വേണോ? അങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ട്, അതുപോലെ തന്നെ പൈപ്പ് വെള്ളം നമ്മൾ ഒരിടത്തുനിന്ന് ഇങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് ഭയങ്കര സസ്റ്റെയിൻ ചെയ്യുന്ന മെക്കാനിസം മുഴുവൻ. അത് ഇപ്പോഴും നമ്മുടെ റിസർവോയർ പറ്റിയ അപ്പ നഗരം കുഴപ്പത്തിലാവും. സത്യം. ജപ്പാൻ കുടിവെള്ള പദ്ധതി, ഗ്രൗണ്ട് വാട്ടർ മേപ്പോട്ട് പമ്പ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് അടുത്തത്. ഇതൊക്കെ വെള്ളം കണ്ണ് ഈ രണ്ട് സാധനം വേണം, ഭക്ഷണവും ഇതും ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരാനൊക്കുന്ന മെക്കാനിസങ്ങൾ. അതിനകത്തുള്ള വികാസമാണ് നമ്മളെ ഇങ്ങനത്തെ നിലനിർത്തുന്ന മെക്കാനിസങ്ങൾ. അപ്പോൾ അതിന് ജീവികളെ ഉപയോഗിക്കുക എന്ന് പറയുന്നതായിരുന്നു ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്. മനുഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനുഷ്യരായിരുന്നു തന്നെത്താൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞാൽ മനുഷ്യരെ ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാത്ത രീതിയിൽ, അവന് മനസ്സിലാവാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളതാണ്. അത് എല്ലാ മിടുക്കരായ എല്ലാവരും എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം റിസർച്ചാണ് നമ്മൾ ഈ കാണുന്നത്. ജീവൻ എങ്ങനെ ജീവിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇണങ്ങുക എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സേ ഉള്ളൂ. ആക്സെപ്റ്റൻസ് ആണ് ഇണങ്ങുക എന്ന് പറയുന്നത്. ഇണങ്ങുന്ന പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്തതുണ്ട്. പണ്ടേ പറയത്തില്ല, മമ്മദ് മലയോട് വരാൻ പറഞ്ഞ വരത്തില്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ എന്ന് പറയുന്ന പോലെ അത് നമുക്ക് അങ്ങോട്ട് ചെല്ലാനേ പറ്റത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ഇണക്കാനേ പറ്റൂ. ഇണക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയാത്തപ്പോൾ ഇപ്പോൾ ഒരു മരം നമ്മുടെ പുറകെ വരത്തില്ല, നമ്മൾ അതിന്റെ തണലിലോട്ട് പോകേണ്ടി വരും. അത് ഇണങ്ങുന്ന വശം. അപ്പൊ അവിടെ പോയി മരം ഉള്ളതിൻ്റെ അവിടെ നീ വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഗുഹയുള്ളിടത്ത് നമ്മൾ പോവുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഗുഹ ഉണ്ടാക്കാൻ അറിയുന്നത്. അതൊക്കെ ഇതിങ്ങനെ ഓരോ പ്രോസസ്സിനകത്തൂടെ അതിങ്ങനെ മനസ്സിലാക്കിയ എന്താ ഈ ചെയ്യുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ മൈത്രേൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഇതുവരെ മനസ്സിലാക്കി ഇവിടം വരെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് 2025. ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കാണുന്ന അടിമത്തത്തിൻ്റെ പല പല രൂപങ്ങളും ഈഗോയുടെ പല പല തലങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സമൂഹത്തിനെ നോക്കുന്ന ഒരാൾക്ക് ആ സമൂഹമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓട്ടോമാറ്റിക്കലി ആ സൊസൈറ്റി അയാളെ പുറത്താക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിലാക്കൽ. ശരിക്കും ഇവിടെ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ സംസാരിക്കുന്നതും ഇതിനെ മാറ്റം കൊണ്ടുവരണമെന്നുള്ളതും ഈ പറയുന്ന സപ്രസ്ഡ് ആയി പോകുന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതും അവർക്ക് ഈ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു വന്നതല്ല സത്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെ ചെറിയ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവിടെ മൈത്രേന്റെ മിഷൻ എന്താണ്? മൈത്രേന്റെ ഒരു അജണ്ട എന്താണ് ഇവിടെ? വ്യക്തിപരമായ മിഷൻ ഇല്ല. ഞാനൊരു മിഷണറിയും അല്ല. നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. ചുറ്റുപാട് നമുക്ക് അനുകൂലമായി ഇണക്കണുണ്ടെന്ന് എൻ്റെ ഒരു അറിവ് നേരത്തെ പറഞ്ഞില്ലേ. ഞാൻ ജീവിച്ച സമയത്ത് എൻ്റെ ചുറ്റുപാടിനെ എനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയേ ഉള്ളൂ, ഞാൻ ചെയ്തതല്ല. അല്ലാതെ അത് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും എന്നോടൊപ്പം ഉള്ളവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി ചുറ്റുപാടിനെ മാറ്റുക എന്ന് പറയുന്നത് ചെയ്യേണ്ട പണിയാണ്, എൻ്റെ പണിയാണത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിനെ നന്നാക്കാൻ പോയതല്ല. അല്ല, അങ്ങനെ നമ്മളെ ഇണക്കുമ്പോൾ അങ്ങനെ പറ്റും. ചുറ്റുപാടുള്ളവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അവരെ നമ്മളെ ഇണക്കണ്ടേ? അത്രയാ ചെയ്യുന്നേ. അത്രയും ചെയ്യുന്നു മനസ്സിലാക്കി ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഈ മിഷണറി ഇല്ലാത്ത ആളുകളെ നന്നാക്കുന്ന. ഞാൻ മനുഷ്യരെ നന്നാക്കാനുള്ള ഒരു ശ്രമം ഞാൻ ചെയ്യുന്നില്ല. ഞാൻ രസമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാരെ മാറ്റാതെ പറ്റത്തില്ലെന്ന് അറിയുന്നതുകൊണ്ട് മാറ്റുന്നതാണ്. ഇവർക്ക് മനസ്സിലായി പോകുന്ന അവര് മനസ്സിലായി. അതിപ്പോ എന്ത് ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനെ ആളുകളെ നന്നാക്കുന്നേ ഇല്ല. അതൊരു അജണ്ടയിലില്ല. അങ്ങനെ അല്ല അത് ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ രസമായിട്ട് ജീവിക്കണമെങ്കിൽ ചുറ്റുപാടിനെ മാറ്റിയേ പറ്റും. ചുറ്റുപാടെന്ന് പറയുന്നത് മറ്റു മനുഷ്യരും കൂടെ.
ഈ സപ്രസ്ഡ് ആയിട്ട് പോകുന്ന മനുഷ്യനെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല? അതാ വിഷമം എന്ന് പറയുന്നത് അവരെ മാറ്റി. അത് നമ്മൾ ഈ നേരത്തെ എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന സാധനം, അത് താതാത്മ്യപ്പെടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അത് ചെയ്യും. അത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആൾക്കാരോട് എമ്പതി നമുക്ക് അനുഭവിക്കുമ്പം അന്യരെ നമ്മൾ വിചാരിക്കുന്നവരുടെ ഒരു എമ്പതി അനുഭവിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യത്തില്ല, ബോംബിടുക. ഇത് ഭയങ്കര മക്കളെ ഉമ്മ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന പട്ടാളക്കാരൻ അവിടെ പോയിട്ട് അവിടെ ഉള്ളതിനെല്ലാം വെടിവെക്കുകയാണ് ചെയ്യുന്നത്. അന്യരാണെന്ന് അറിയുന്ന ജീവിയാ ഇങ്ങോട്ടാണ് നമ്മൾ. അന്യരെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നമ്മളും നിങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉള്ള ജീവിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പൊ എമ്പതി എന്നൊക്കെ പറയുന്നത് വലിയ കരുണയൊക്കെ തോന്നുന്നു. കരുണ എന്നൊക്കെ പറയുന്നതും സ്നേഹം എന്ന് എല്ലാം താഴോട്ടാണ്, ഗ്ലോബൽ സ്കെയിലൊന്നുമില്ല. അല്ല, താഴോട്ടല്ലേ അനുഗ്രഹിക്കുന്ന, താഴോട്ടല്ലേ. ഹെറാർക്കിക്കൽ മൂല്യമാണത്. അല്ല, ഇയാൾ വിചാരിക്കുന്ന പോലെ അത്ര മെച്ചപ്പെട്ട കാര്യമൊന്നുമല്ല. കാരുണ്യത്തോടെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ താഴോട്ടുള്ളൊരു മൂല്യമാണ്. സഹകരിക്കുക, പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആധുനിക മൂല്യം. അല്ല കരുണയോടെ പെരുമാറുന്നു, ദയയോടെ പെരുമാറുന്നു ഒന്നുമല്ല. അതൊക്കെ താഴോട്ട്. ഒരു പരസ്പരം എന്നുള്ള വാക്ക് പറയുന്ന സാധനം അപ്പോഴും ബഹുമാനം എന്ന് പറഞ്ഞാൽ പരസ്പരമാണെന്ന്. അല്ല മേപ്പോട്ട് ബഹുമാനിക്കുകയും താഴോട്ട് പുച്ഛത്തോടെയും കാണുന്നതാണ് അവർ പഠിപ്പിച്ചത്. അതിൽ നിന്ന് മാറി പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായിട്ട് വരുന്ന സമയത്താണ് സിമ്പതി അല്ല വേണ്ടത്, എമ്പതി വേണമെന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. ഞാൻ ഒരാളുടെ മറ്റേയാളുടെ ഷൂസിൽ കയറി നിന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം എന്ന് പറയുന്ന നിലവാരത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് അപ്പോഴാണ്. മറ്റേത് സിമ്പതറ്റിക് ആയിരുന്നു, സഹതാപം താഴോട്ട് നമ്മൾ ചെയ്യും. പക്ഷെ സഹതാപത്തിൻ്റെ വാക്കിൻ്റെ വെച്ചാൽ സഹമായി തപിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ദുഃഖം നമ്മളും കൂടെ ഏറുക എന്ന് പറയുന്നതാണ്. അത് പരസ്പരം ചെയ്യേണ്ട ഒരു ലെവലിൽ അതിനെ മനസ്സിലാക്കണം. പക്ഷേ പഴയ മറ്റേത് കാരുണ്യം, ദയ, അനുഗ്രഹം ഇതെല്ലാം താഴോട്ടുള്ള പ്രക്രിയയാണ്. മുകളിൽ ഉയർന്ന ഹൈറാർക്കിക്കലായ വാല്യൂ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വാക്ക് പറഞ്ഞു കഴിയുമ്പോഴും ദയ എന്നുള്ള വാക്ക് ഉപയോഗിക്കാകത്തില്ല. അപ്പോൾ നമ്മൾ സ്നേഹം എന്നൊക്കെ ഉള്ള വാക്ക് പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ് പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അപ്പോഴാണ് ബഹുമാനം എന്ന് പറയുന്നത് മ്യൂച്വൽ എന്നുള്ള ഇംഗ്ലീഷിൽ പറയുന്ന പരസ്പരം എന്ന് പറയുന്ന വാക്ക് ജനാധിപത്യത്തിനകത്ത് വളരെ പ്രധാനമായിട്ട് പണ്ട് അതാണ് ഗുരുത്വവും ലഘുത്വവും ഉണ്ടായത്. നമുക്ക് ഗുരുക്കന്മാരല്ലേ ഉള്ളത്, നമ്മളെല്ലാം ലഘു. അതുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് താഴെ ഇരിക്കണം, അടുത്തിരിക്കണം, പക്ഷെ താഴെ ഇരിക്കണം. കൂടിയിരിക്കാനൊക്കെ ഗുരുക്കന്മാരുടെ സൈഡിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്? അങ്ങനെ ഒരു പടമില്ലല്ലോ. സഹകരണം എന്ന് പറയുന്നത് അവർക്ക് അറിഞ്ഞുപോലും കൂടെ. അതാണ് ഉപദേശ കമ്മിറ്റി ആയിട്ട് അവർ മാറുന്നത്, നന്നാക്കലുകാരാകുന്നത്. നമ്മളിത് രണ്ടും അല്ല എന്ന് പറഞ്ഞത് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇയാളെ എനിക്ക് ഇണക്കേണ്ട ആവശ്യം എൻ്റേതാണെന്ന് അറിയുന്നത് കാരണം കൊണ്ടാണ് ഞാൻ ഇയാളായിട്ട് ഇണങ്ങുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്. ആവശ്യം ഉണ്ടായിരുന്നവരുടെ എല്ലാം നമ്മൾ ഇണങ്ങാറുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു. രാവിലെ കാശ് വേണം, ഇന്നയാളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ചിരിയായിട്ടൊക്കെ ചെല്ലത്തില്ല അവള്. ഒരു കുഞ്ഞ് തിന്നണമെന്ന് ആലോചിക്കുമ്പോൾ മുട്ടായി മേടിപ്പിക്കണമെന്ന് ആലോചിച്ച് വന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരു ചിരി അങ്ങ് വിരിച്ച് അങ്ങ് തുടങ്ങുമല്ലേ, നമ്മൾ വീണു പോവും. പൂച്ചക്ക് അറിയാത്, പൂച്ച ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷെ നമ്മളെ കൊണ്ട് മീനെ പിടിപ്പിച്ച് തിന്നതില്ലേ. ഇതുവരെ കൈകാല് നനവ് കണ്ട ഇറങ്ങാത്ത പാർട്ടിയാണ്. പിന്നെ അങ്ങനെയാണ് മീനെ തിന്നുന്ന ഇത്ര വലിയ ഗുണമായിട്ട്. അവരിങ്ങനെ നോക്കിയപ്പോ അറിയാം ഈ മാങ്ങാമണിയന്മാരെ ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു കരച്ചിൽ കരഞ്ഞ ഓരോ കരച്ച മീനെ നമ്മൾ പിടിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ പിള്ളേരും നമ്മളെല്ലാരും അങ്ങനെ നമ്മളെ അങ്ങനെ ഇണക്കും. പിള്ളേര് ഒരു കഥകന്റെ പുറകെ നിന്നിട്ട് ആദ്യം ഇങ്ങനെ നോക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെയും നോക്കും. 2-3 തവണ നോക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ അങ്ങോട്ട് നോക്കി അപ്പൊ ഒരു ചിരി ഇരിക്കും. അപ്പൊ വീഴും നമ്മള്. വീട്ടിലുണ്ട് 3 വയസ്സുള്ള ഇതന്നെ പരിപാടിയുണ്ട്. ഇത് നമുക്കറിയാം. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇണക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇയാൾ ആലോചിക്കുന്നില്ല. അത് തന്നെയാ സ്ഥലം. ഈ ഇണക്കല് നമ്മളെല്ലാം ചെയ്യും. അത് നമ്മൾ പ്രായമാകുമ്പോഴും ചെയ്യും.
നമുക്ക് ആവശ്യമുള്ള ആളിനെ കാണാൻ പോവാം, നമുക്ക് അദ്ദേഹത്തിന് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഇങ്ങനെ ഉണ്ടൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടൊക്കെ ഇട്ട് ചെല്ലത്തില്ലേ, ഞങ്ങൾ രണ്ടാം തരമാണ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കറിയാവുന്ന ടെക്നിക്ക്. രണ്ടാം തരമാണെന്ന് അഭിനയിച്ച്. അപ്പൊ കാര്യം സാധിക്കുക എന്ന് പറയുന്ന കാര്യമല്ല എല്ലാരും ചെയ്യുന്നതാണ്. അത് ജീവന്റെ മാനുഷികമാണ്. മാനുഷികം എന്നുള്ളതല്ല, ജീവന്റെ സ്വഭാവമായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാ ജീവികളും ഒക്കെ ചെയ്യുന്നതാണ്. ചെടിയും അത് തന്നെ ചെയ്യുന്നു, എല്ലാം ചെയ്യും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താണ് ജീവിക്കുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ വലിയ തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മേല് കീഴുള്ള യുക്തിയിലാക്കി മാറ്റിയതെന്ന് പറയുന്നതാണ് ഈ കൃഷിക്കാരുടെ കാലത്ത് തുടങ്ങിയതാണ്, കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഹെറാർക്കിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ദൈവമാണ് ലോകം സൃഷ്ടിച്ചതെന്ന് കണ്ടുപിടിച്ച്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് രാജാവെന്ന് പറഞ്ഞ്, അവതാരമാണെന്ന് പറഞ്ഞ്, ദാസനാണെന്ന് എന്തെല്ലാം പറയാം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം അപ്പം കാണപ്പെട്ട ദൈവമായി. അങ്ങനെ അപ്പോൾ ദൈവത്തിന് അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പണി എന്താണ്, സ്പെഷ്യലായി ചില നിയമങ്ങളൊക്കെ എഴുതും. പക്ഷെ അത് അയാൾ എഴുതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതുകൊണ്ട് ദൈവം വന്ന് നമ്മുടെ മുന്നിൽ അവതരിച്ച് പറഞ്ഞു തന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ്. സ്വപ്നത്തിൽ മാത്രമല്ല, ഗുഹയിലൊക്കെ കയറിയിരിക്കും. 40 ദിവസമൊക്കെ ഇരുന്ന് പറ്റിക്കും നമ്മളെ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ 40 ദിവസമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയാണ്. എന്നിട്ടാണ് ഈ അവനിരുന്ന് കുത്തിയിരുന്ന് എഴുതിയ സാധനമായിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവം എന്നെ നേരിട്ട് തന്നതെന്നൊക്കെ പറയും. അതോടെ നമ്മൾ ഈ 40 ദിവസമൊക്കെ ഗുഹയിലിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഇവന്മാർക്ക് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള ആൾക്കാരുടെ വിചാരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഹിറ്റ്ലറിന്റെ ദ ബിഗ് ലൈ സംസാരിക്കാറുണ്ട്. അത് ഓരോന്ന് നമ്മൾ എടുത്ത് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ കാട്ടി തപസ് ചെയ്യുന്നതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ വല്യമ്മ എന്ത് പയറുമായിട്ട് ഇന്ന് വരുമായിരിക്കും എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന എനിക്ക് അവിടെ ഭയങ്കര ധ്യാനം കൊണ്ട് അല്ല വെറുതെ ചെയ്യാനൊക്കെ വിശക്കത്തില്ലേ. അതുകൊണ്ടല്ലേ ധ്യാനിക്കാനായിട്ട് എപ്പോഴും ഈ ഗ്രാമത്തിന്റെ അറ്റത്ത് എവിടെങ്കിലും ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ട് ധ്യാനിക്കുമ്പോ ഇത് ആലോചിക്കാൻ എങ്ങനെ ഇരിക്കാനൊക്കെ, പയർ കൊണ്ടുവരുന്നോ കഞ്ഞി കൊണ്ടുവരുന്നോ എന്ന് നോക്കണ്ടേ. ഇവര് കഴിക്കാതിരിക്കില്ല. കഴിക്കാതിരിക്കുന്നത് ആളുകളെ പിടിക്കാനുള്ള സാധനമാണ്. 4 ദിവസമൊക്കെ പട്ടിണി ഇരുന്ന ഒന്നും സംഭവിക്കത്തില്ല. 15 ദിവസമല്ല, 2 മാസം വരെ പട്ടിണി ഇരിക്കാൻ പറ്റും. എല്ലും തോലും ആകുന്നവരെ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ചത്തുപോകും. ആദ്യം നമ്മൾ പട്ടിണി കിടന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് എല്ലാം എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ മസിൽ മുഴുവനും ഫാറ്റായി കൺവേർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കും. അപ്പോഴാണ് എല്ലും തോലും ആയിട്ട് നമ്മൾ ഈ എല്ല് നമ്മുടെ ഇതിനകത്തൊക്കെ കാണത്തില്ല, ഈ ഹിറ്റ്ലറുടെ ക്യാമ്പിൽ കിടന്ന ആൾക്കാരുടെ ശരീരം അതുപോലെ ആവും. അതുപോലത്തെ ബുദ്ധനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു പടത്തിലുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് പിന്നീട് അലക്സാണ്ടറുടെ പ്രതിമ നോക്കി വരച്ചാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയ ബുദ്ധനുണ്ട്. ഇത് ഉയർന്ന മൂക്ക് ഇവിടെ ഇവിടെ നേപ്പാളിൽ ആർക്കാണ് മൂക്ക് ഉയർന്നതുണ്ടായിരുന്നു. മറ്റേത് അലക്സാണ്ടർ പ്രതിമ എല്ലായിടം വെച്ചപ്പോ മനസ്സിലായി എങ്ങനെയാ ബുദ്ധന് ഇരിക്കേണ്ടതെന്ന്. അതുപോലത്തെ മുടിയൊക്കെ. അതൊക്കെ നമുക്ക് തമാശകളാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഈ തപസ്സൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം വരുന്ന എവിടുന്നാന്ന് കണ്ടെത്തിയേ പറ്റൂ, അല്ലാതെ രക്ഷയില്ല. ഇവരിങ്ങനെ ചിന്തിച്ചിരിക്കാൻ ഒന്നും ചിന്തിക്കുന്നില്ലടോ. അവര് ചിന്തിക്കാതിരിക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നതല്ല. നോ മൈൻഡ് എന്ന് പറഞ്ഞിട്ടല്ലേ ബുദ്ധനൊക്കെ തന്നെ പറയുന്നത്. മൈൻഡ് എന്തായാലാണ് ആശ വന്നിട്ടാണ് ഈ പാശത്തിൽപ്പെടുന്നതെന്ന് പഠിപ്പിച്ചു കളഞ്ഞില്ലേ. എന്തൊക്കെയാണോ തെറ്റായിട്ട് ധരിക്കാവുന്നത് മുഴുവൻ ധരിക്കുക എന്നുള്ളതാണ് ഈ മുഴുവൻ സംഭവം. കോംപ്ലിക്കേറ്റ് ചെയ്യുക അല്ല. ദൈവം അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ ബ്രഹ്മം, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അബ്സ്ട്രാക്ട് ആയ സാധനം, അതാണ് അടിസ്ഥാനം. നമുക്ക് അറിഞ്ഞുകൂടല്ലോ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ ഉണ്ടായതല്ല ഉള്ളതാണെന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് അതിനൊരു ഉത്തരം അങ്ങനെ ഉള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അറിഞ്ഞുകൂടാത്തടത്തിനെ പറ്റി വലിയ അറിവില്ലായ്മയുടെ നടുവിലാണ് കുറച്ച് കാര്യം അറിയാനൊക്കെ ഉള്ളൂ. അതൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നവരാ. വിളക്ക് കത്തിച്ച് വെക്കുന്ന അത്രയും വെളിച്ചത്തിനകത്തെ കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റും. അതിനപ്പുറം പിന്നെ അറിഞ്ഞൂടാ. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ വെളിച്ചം, അല്ലെങ്കിൽ ഈ വെളിച്ചമായിട്ട് അങ്ങോട്ട് പോയാൽ വീണ്ടും കാണാം എന്ന് പറയുന്ന നിലവാരത്തിലേ അറിവ് നിൽക്കുകയുള്ളൂ. അറിഞ്ഞുകൂടായ്മയ്ക്കകത്ത് കുറച്ച് സ്ഥലമേ അറിയൂ, അങ്ങനെ വെക്കൂ.
അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാം അറിയാമെന്നുള്ളത് എല്ലാം അറിയാവുന്ന അവന്മാർ പറഞ്ഞല്ലാതെ വേറെയാണ്. നിങ്ങളെല്ലാം അനുഭവിക്കുന്നത് അനിത്യമായ സുഖം, ഞങ്ങളെല്ലാം അനുഭവിക്കുന്നത് നിത്യമായ സുഖം. ഇതാണ് എൻ്റെ സമയമാർ പറയുന്നത്. നിത്യസുഖം നിത്യം എല്ലാം തന്നെയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി പൂട്ടിപ്പോവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്വാമി ചത്തുപോകും. പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണത്. അല്ല നിത്യസുഖമാണെന്നുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നില്ല. ഈ ചത്തുപോയവന്മാരാണ് ഈ സർട്ടിഫിക്കറ്റ് പറയുന്നത് ഞങ്ങളുടെ സുഖം നിത്യമാണ്, നിങ്ങളുടെതെല്ലാം അനിത്യമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ അലഞ്ഞിവിടെ കഷ്ടകാലത്ത് ജീവിക്കുകയാണ്, ഞാനിവിടെ നിത്യസുഖത്തിൽ ഇരിക്കുകയാണ്. നിത്യസുഖം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടിരിക്കണം, അവൻ ചത്തുപോയിട്ടിരിക്കരുത്. Peace, love, unity, respect.